ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കാച്ചിലാണ് രാവിലെ പുഴുങ്ങാനായിട്ട് പോകുന്നത്. കാച്ചിലോ ചേനയോ ചേമ്പോ ഒക്കെ ഉള്ള ദിവസം നമ്മളതാ രാവിലെ കാപ്പിക്ക്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് പുഴുങ്ങുന്നത്. ഇന്ന് കാച്ചിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കരുതി അതങ്ങ് പുഴുക്കാക്കാമെന്ന്. രാവിലെ അങ്ങനെ കാച്ചിലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന ആയതുകൊണ്ട് ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇഡ്ഡലി പാത്രം അടുപ്പേ വെച്ചു. നമ്മൾ ഓരോ കാച്ചിൽ കഷ്ണങ്ങളും വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിങ്ങനെ ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുത്താലോ എന്ന് ആലോചിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, വെള്ളത്തിൽ തന്നെ ഇട്ട് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളി ഒക്കെ എടുത്തു. കാച്ചിൽ വെന്താവുന്ന ഒന്നും കൂടി ഇളക്കി നോക്കിയിട്ടുണ്ട്. അപ്പം അത്ര അങ്ങോട്ട് വെന്തതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. ഇതെങ്ങാനും വെന്തടിഞ്ഞു പോയാലോ എന്നുള്ളൊരു ടെൻഷനാണ്. ഉണ്ടമുളകും കാന്താരിയും ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പുളി ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തു. ഇത്തിരി അരവ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ടേ. സാരമില്ല, ഉപ്പുമുളകല്ലേ, ഇച്ചിരി അരഞ്ഞു പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നത് മുഴുവൻ തൂത്തെടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി. എരി നോക്കിയപ്പോൾ ഉപ്പുണ്ട് പുളിയുണ്ട്, പക്ഷേ എരിവ് ഇത്തിരി കുറവാണെന്ന് തോന്നി. അങ്ങനെ അയച്ചിട്ട് മുളക് പൊടിയും കൂടി ഇട്ടു. പച്ചമുളകിന് തീരെ എരിവില്ലായിരുന്നു എന്ന് അത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് പുളി നോക്കി, ഉപ്പ് നോക്കി, എരി നോക്കി. ആഹാ, സൂപ്പർ! ഇതാണ് നമ്മുടെ ചമ്മന്തി. ഇത്തിരി അരപ്പ് കൂടിപ്പോയെന്നേ ഉള്ളൂ, ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഈ ഒരു ജോലിയിലെ ഏറ്റവും ടെൻഷൻ പിടിച്ചൊരു കാര്യം. അരിയാണേലും എന്തെങ്കിലും പുഴുക്കോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഈ ഊറ്റുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ഈ ചൂടുവെള്ളം ദേഹത്തോട്ട് തെറിച്ച പല കഥകളും ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇച്ചിരി പേടിയുള്ളൊരു കാര്യമാണ് ഇത്. അപ്പം നമ്മുടെ പുഴുക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി ഉപ്പൂടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വെക്കണം. ആ ഇളക്കിൽ നമ്മുടെ പുഴുക്കിൻ്റെ കഷ്ണങ്ങൾക്ക് ചെറിയ ഉടവൊക്കെ പറ്റിയിട്ടുണ്ട്, എന്നാലും സാരമില്ല, കഴിക്കാൻ എളുപ്പമാണത്. അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന അടിപൊളി കാച്ചിൽ പുഴുക്ക് ദേ റെഡിയായി. ഇനി കഴിക്കാനുള്ള സമയമാണേ. ദേ നമ്മുടെ ആവി പറക്കുന്ന കാച്ചിൽ പുഴുക്ക് റെഡി. നോക്കിയാൽ നല്ല പഞ്ഞി പോലെ ഇരിക്കുവാണേ. അതുപോലെ തന്നെ രുചിയും അസാധ്യമാണ്. അവൻ ഇച്ചിരി ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇത്തിരി ചമ്മന്തിയും ചേർത്ത് ദേ ഇങ്ങനെ കഴിക്കണം. ഒറ്റയ്ക്കിരുന്ന് പുഴുക്കിങ്ങനെ വളരെ ആസ്വദിച്ച് കഴിക്കുകയാണ് ഞാൻ. ഇങ്ങനെ പുഴുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? കഴിക്കണം. ആഹാ, എന്താ ഒരു രുചി! നിങ്ങൾക്കും പുഴുക്കൊക്കെ ഇഷ്ടമാണോ? നിങ്ങളും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് പുഴുക്കൊക്കെ കഴിക്കുന്നവരാണോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.